സുഖല്ലേ? എന്താണ് വിശേഷം? വിശേഷം ലുക്ക് ഉണ്ടല്ലേ, താടിയൊക്കെ മടിച്ച് പുതിയ പോലീസ് ഗെറ്റപ്പ്, കള്ളനും പോലീസും എന്നൊരു സ്റ്റോറി, ഇടിയുമില്ല എന്ന സ്റ്റോറി ജോവാക്കർ ഉടൻ തന്നെ ഒരു 2 ആഴ്ചക്കുള്ളിൽ അതിൻ്റെ വർക്കുകൾ സ്റ്റാർട്ടാക്കും. അല്ല, ഹരിക്കുട്ടിന് സമയമെടുക്കും. ഇപ്പോൾ ഇടിയും മിന്നൽ എന്ന വർക്ക് ഞാൻ സന്തോഷ് ഇറക്കി. പിന്നെ അഭിലാഷ് ഡേറ്റ് ഉണ്ടെങ്കിൽ വരും, കാരണം അഭിലാഷിന് റീൽസ് ഉണ്ട്. പിന്നെ എൻ്റെ കുറച്ച് പുതിയ വിശേഷങ്ങൾ പറയാം. പറയട്ടെ. പുതിയ വിശേഷങ്ങൾ എന്ന് പറഞ്ഞത്, ഞാൻ ആൽബങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പം അതിലേക്ക് ഇപ്പോൾ 4 പേര് കാസ്റ്റ് ആയിട്ടുണ്ട് ഇപ്പം തന്നെ. അപ്പോൾ തന്നെ ജംഗിൾ സുന്ദരിയിൽ അറിയാലോ ആരൊക്കെയാണ് നായികയായിട്ട് അഭിനയിച്ചത്, ഞാൻ പേര് പറയുന്നില്ല. അപ്പോൾ ആ വർക്കുകൾ കഴിഞ്ഞാണ് ഒരു നായിക വന്നു അഭിനയിച്ചു. അതിനുശേഷം എന്തുകൊണ്ട് അലിൻ ജോസ് പെരേരയുടെ കൂടെ നായികയായിട്ട് അഭിനയിക്കാൻ ആൾക്കാരല്ല എന്ന് പറയുമ്പോൾ അവരിലേക്ക് കുഞ്ഞോളം എന്ന് പറഞ്ഞ ആർട്ടിസ്റ്റ് നമ്മൾ പരിചയപ്പെടുത്തുകയാണ്. ഷാഫിക്കൊക്കെ ഒരു പെണ്ണ് എന്നാണ് സബ്ജക്റ്റിന്റെ പേര്. പിന്നെ വരുന്ന സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ഏതാണെന്നറിയോ? പിന്നെ വരുന്നത് എൻ കേരളിലെ പെണ്ണ്, അങ്ങനത്തെ ഒരു ആൽബം ഉണ്ട്. എൻ മനസ്സിലെ നിന്നോടുള്ള ഇഷ്ടം എന്ന് പറഞ്ഞൊരു ആൽബം ഉണ്ട്. എന്നും കൂട്ടായി ഒരു പെണ്ണ്. അങ്ങനെ പെണ്ണിനെ റിലേറ്റ് ചെയ്യുന്ന ഒരു ലവ് സ്റ്റോറിയാണ് ഞാൻ തുടരെ ചെയ്യാൻ പോകുന്നത്. പിന്നെ കുറച്ച് സീരിയസ് സബ്ജക്റ്റുകളും പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇന്നൊരു ഡിസ്കഷന് പോയായിരുന്നു വെബ് സീരീസിന്റെ. അപ്പോൾ അതൊക്കെ പിന്നീട് പറയാം. എന്തായാലും ഞാൻ എൻ്റെ വർക്കുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. കാരണം രേണു ചേച്ചി ആൽബങ്ങളുമായിട്ട് ചെയ്യുമ്പോൾ ഞാനും ഒന്ന് മത്സരിക്കാമെന്ന് ഓർത്തു. കാരണം രേണു ചേച്ചിയാണ് നമ്പർ 1 എന്നൊക്കെ ട്രെൻഡിങ് പറയുന്നത്. അപ്പോൾ ട്രെൻഡിങ്ങിൽ നമ്പർ 1 നമ്പർ 2 ആയിക്കോട്ടെ, അതൊന്നും പ്രശ്നമല്ല. നമ്മൾ രേണു ചേച്ചി വഴി തന്നെ പോകുന്നു. ഞാനും ആൽബങ്ങൾ ചെയ്യുന്നു. അതും ഇപ്പോൾ അഭിലാഷാട്ടയും റീൽസ് ആയിട്ട് ചെയ്യുന്നു, ഞാനത് ആൽബമായിട്ട് ചെയ്യുന്നു എന്ന് മാത്രം. എനിക്ക് അഭിലാഷാട്ടയത്തിനെ പോലെ ലിപ് ലോക്ക് ചെയ്ത് ആൾക്കാരുടെ മുന്നിൽ പെണ്ണുങ്ങളുമായിട്ടുള്ള ഇൻറ്റിമസി ക്യാമറയ്ക്ക് മുന്നിൽ ഞാൻ ചെയ്യത്തില്ല. ബാക്കി എനിക്കറിയില്ല, പറയില്ല. പക്ഷേ ഞാൻ ആൽബങ്ങളിൽ, എൻ്റെ ആൽബങ്ങൾ നിങ്ങൾ വരുമ്പോൾ മനസ്സിലാക്കിയപ്പോൾ കാണാമില്ല എന്നൊരു ആൽബം വന്ന് നീറ്റായിരുന്നു. ഇനി വരുന്ന ആൽബങ്ങൾ കുറച്ചുകൂടി റൊമാൻറ്റിക് ആയിരിക്കും. അപ്പോൾ അഭിലാഷാട്ടയം ചെയ്തത്രയും ഡീപ്ലി റൊമാൻറ്റിക്സ് ചെയ്യില്ല, എങ്കിലും അത്യാവശ്യം റൊമാൻറ്റിക് ആയിട്ടായിരിക്കും ആൽബങ്ങൾ പുറത്തിടുന്നതെന്ന്. പിന്നെ കുട്ടികൾ കാണുന്ന രീതിയിലാണ് ആൽബം ഒരുക്കുന്നത്. പിന്നെ തമാശകളായിട്ടുള്ള കളിയും ചിരികളൊക്കെ എല്ലാം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ ആൽബങ്ങളിൽ ഒരു തമാശ ക്യാരക്ടർ, ഇപ്പോൾ ഇവൻ സീരിയസ് ക്യാരക്ടർ ചെയ്യുള്ളൂ അല്ലേ, എന്നാലും ഇടയ്ക്ക് കോമഡി ചെയ്യാം അല്ലേ. സിനിമയിൽ കോമഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആൽബങ്ങളിൽ പുള്ളി വരികയാണെങ്കിൽ പുള്ളിക്കും റോൾ ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മളെ പുതിയ ആർട്ടിസ്റ്റുകളെ തേടും. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തായാലും എൻ്റെ വിജയത്തിനൊപ്പം നിങ്ങളും സപ്പോർട്ട് ചെയ്യണം. ഇപ്പോൾ വേരെന്ന് പറഞ്ഞൊരു വർക്ക് ഫുൾ മൂവി ഇപ്പോൾ ജൂലൈ 10 റിലീസാകുകയാണ്. പിന്നെ ജൂൺ 20 അല്ലെങ്കിൽ ജൂൺ 30 തന്നെ നമ്മുടെ യുദ്ധം എന്ന് പറയുന്ന വർക്ക് ഇറങ്ങും. അഭിലാഷാട്ടയും അലിൻ ജോസ് പെരേര കോംബോയിൽ ഒരു ത്രില്ലർ ഷോർട്ട് ഫിലിം ഇറങ്ങാനുണ്ട്. അപ്പൊ നിങ്ങളുടെ പ്രാർത്ഥനയും സപ്പോർട്ടും. നേരല്ല, വേര് രേണു ചേച്ചിയാണ് പ്രധാന വിശദീകരിക്കുന്നത്. ഞാൻ അലിൻ ജോസ് പെരേരയുണ്ട്, പ്രതീഷ് ഉണ്ട്, പിന്നെ ഷാഹിദ് പുത്തനത്താനി ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്, ക്യാമറ ഇരിക്കുന്നത്, പിന്നെ നമ്മുടെ ട്രൈറ്റ് ഉണ്ട് പേരിൽ. അപ്പോൾ എല്ലാവർക്കും ആശംസ തരുന്നു. പിന്നെ കാമിയോ ലാറട്ടനുണ്ട്, വിഷ്ണു കൊച്ചിക്കാരനുണ്ട്. അപ്പോൾ എല്ലാവർക്കും വിജയിക്കട്ടെ. അപ്പോൾ വേര് ഉടൻ തന്നെ എത്തുന്നു. പിന്നെ തിരുമാലി എന്ന് പറഞ്ഞ മ്യൂസിക്കൽ ആൽബം ഉടൻ തന്നെ പ്രതീക്ഷിക്കുന്നു. കാരണം ജൂണിൽ ഇറങ്ങുമെന്നാണ് എനിക്ക് നിഗമനം കിട്ടിയത്. പക്ഷേ മഴ കാരണം അത് ജൂലൈ ഓഗസ്റ്റിലേക്കൊക്കെ പ്രതീക്ഷിക്കാമെന്ന് ഞാൻ കരുതുന്നു. താങ്ക് യു.